നമസ്കാരം. പ്രസ് ക്ലബ്ബുകളുടെ സർക്കാർ MP ഫണ്ട് ദുർവിനിയോഗത്തിൽ ജില്ലാ കളക്ടർമാർ റവന്യൂ റിക്കവറി നടപടി ആരംഭിച്ച സാഹചര്യത്തിൽ ഉത്തരവാദിത്തം മനോരമക്കാരുടെ തലയിലാക്കാൻ കൂട്ടുനീക്കം. ജൂലൈയിൽ KUWJ സംസ്ഥാന ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് മനോരമക്കാരെ കൊടുക്കാൻ ദേശാഭിമാനി ലോബി തീരുമാനിച്ചത്. യൂണിയൻ ജില്ലാ ഭാരവാഹികളാണ് ജില്ലാ പ്രസ് ക്ലബ്ബുകളിലെയും ഭാരവാഹിത്വം വഹിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കോഴിക്കോട് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം ഒത്തുകൂടിയ ദേശാഭിമാനി ഇടത് ആഭിമുഖ്യ സെൽ നേതാക്കളുടെ യോഗത്തിലാണ് ഗൂഢപദ്ധതി ചർച്ചയായത്. മലയാള മനോരമ കോഴിക്കോട് യൂണിറ്റിലെ സാനു ജോർജിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ ദേശാഭിമാനി ലോബി തീരുമാനിച്ചു. ദേശാഭിമാനി കൈരളി അംഗങ്ങൾ ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാകില്ല. തിരുവനന്തപുരത്ത് നിലവിലെ പ്രസിഡന്റ് മനോരമയിലെ ഷില്ലർ സ്റ്റീഫനെ വീണ്ടും മത്സരിപ്പിക്കും. മലപ്പുറത്ത് മനോരമയിലെ മഹേഷ് കുമാറിനെ പ്രസിഡന്റ് ആക്കാനാണ് നീക്കം. പരമാവധി ജില്ലകളിൽ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥികളാകാൻ മനോരമയിൽ നിന്ന് യൂണിയൻ പ്രവർത്തനത്തിൽ തൽപരരായവരെ സമീപിക്കും. ജപ്തി നടപടികൾ ആരംഭിച്ച മലപ്പുറം, വയനാട്, തൊടുപുഴ പ്രസ് ക്ലബ്ബുകളിൽ ഭാരവാഹികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് റവന്യൂ റിക്കവറി നടത്താൻ കളക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MP ഫണ്ട് തിരിമറിയാണ് വയനാട്, തൊടുപുഴ പ്രസ് ക്ലബ്ബുകളിലെ റവന്യൂ റിക്കവറിക്ക് കാരണം. 20 ലക്ഷം രൂപ പാട്ടക്കുടിശ്ശിക വരുത്തിയതിനുകൊണ്ടാണ് മലപ്പുറം പ്രസ് ക്ലബ്ബ് ജപ്തി ചെയ്യാൻ നോട്ടീസ് നൽകിയത്. ഇതുകൂടാതെ 2.5 കോടി രൂപയുടെ സർക്കാർ ഫണ്ട് ദുരുപയോഗിച്ചതിന് 10 പ്രസ് ക്ലബ്ബുകൾക്കെതിരെ റവന്യൂ റിക്കവറി നടപടികൾക്ക് സംസ്ഥാന ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിങ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. KUWJ ഡൽഹി ഘടകം, കേസരി ട്രസ്റ്റ്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ പ്രസ് ക്ലബ്ബുകളാണ് വിവിധ പദ്ധതികൾക്കായി IPRD വകുപ്പ് മുഖേന അനുവദിച്ച 2.5 കോടി രൂപ ദുരുപയോഗിച്ച് നടപടികൾ നേരിടുന്നത്. ആസന്നമായ ജപ്തി, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടികൾ മുന്നിൽ കണ്ടാണ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ദേശാഭിമാനി കൈരളി സെല്ലുകളുടെ നീക്കം. മനോരമയിലെ സ്ഥാനമോഹികളുടെ തലയിൽ ഫണ്ട് ദുരുപയോഗ കേസുകൾ കെട്ടിവെക്കാനാണ് ദേശാഭിമാനി സെല്ലിന്റെ ശ്രമം.